enough? Come get some. You like that shit? Yo, what is up guys? വീണ്ടും അതിമനോഹരമായ പുതിയ വ്ളോഗിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോയിലേക്ക് വരവായി. നിങ്ങളെ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ് ഒരു കിണ്ണം കാച്ചി കാർ കാണിച്ചു തരാൻ വേണ്ടി നമ്മളത് പോകുന്നത്. അതുമാത്രമല്ല, ഇന്ന് കുറേ പരിപാടികളുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യം കൊണ്ട് കാണാൻ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നല്ല കാറുകളും ബൈക്കുകളും അതുപോലെ തന്നെ വണ്ടികളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ നല്ല ലൊക്കേഷൻസ് കിടിലം ലൊക്കേഷൻ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ നല്ല കിടിലം ലൊക്കേഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും എന്താ പറയുക കീപ് സപ്പോർട്ടിങ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ എന്താ പറയുക ലൈക്കും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു നല്ല ദിവസത്തിലേക്ക് രാവിലെ തന്നെ നമ്മൾ വൃക്ഷസ്ഥലത്തെ പോയി വീട്ടിലേക്ക് വന്നിട്ട് എന്നെ പൊക്കിക്കൊണ്ട് നേരെ നമ്മുടെ ഓട്ടോ ബേസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമ്മുടെ കാർ സ്പാ സെൻ്ററാണ്. നമ്മുടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാക്കയുടെ തൊട്ടപ്പുറത്തായിട്ട് വരും. നമ്മുടെ BMW ഷോറൂമിന് ഓപ്പോസിറ്റ് തന്നെയാണ്. അവർ പുതിയൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയൊരു സ്പാ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് BMW ഓപ്പോസിറ്റ് ആയിട്ട് വരും. കറക്റ്റ് നേരത്തെ കുറച്ച് ഇപ്പുറത്തോട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തായിരുന്നു. ഇപ്പോൾ കറക്റ്റ് BMW ഓപ്പോസിറ്റ് ആയിട്ട് വരും. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇന്ന് നമ്മളവിടെ പോയി ഫുള്ള് പരിപാടിയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഒരു കിടിലൻ കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചാടിക്കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മുടെ പോളോയുടെ റിവ്യൂ, അതായത് പോളോ നമ്മൾ ലോങ് പോയിട്ട് വന്നതിൻ്റെ ഒരു റിവ്യൂ കിട്ടണമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടുന്നത് തീർച്ചയായിട്ടും അതിനെ വീഡിയോ കഴിഞ്ഞിട്ട് 2 ദിവസത്തിനകത്ത് തന്നെ നമ്മൾ എന്താ പറയുക ആ പോളോ ലോങ് പോയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ എങ്ങനെ ഗൈസ് നീണ്ട ഒരു യാത്രയിൽ നമ്മൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഗൈസ് നമ്മളിതാ ഓട്ടോ ബസ്സിൽ എത്തിയിരിക്കുക. ഒരു രക്ഷയില്ല, നമ്മൾ വിശാലമായിട്ട് തന്നെ ഓട്ടോ ബസ് നിങ്ങൾ അടിച്ച് പറത്തി വെച്ചിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ BMW ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. കണ്ട ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ കാർ സ്പാ ഉള്ളത്. പിന്നെ നമ്മൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ സ്പാ നമ്മൾ മുമ്പ് നമ്മുടെ റിച്ചേഴ്സ് GT കൊടുത്തിരിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ എന്താ പറയുക അലൈൻമെൻറ്റ് ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാരണം അതിൻ്റെ സ്പാ സെൻറ്റർ മാത്രമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൽ അലൈൻമെൻറ്റ് ചെക്കിങ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലിംഗ് സെറ്റപ്പിലുണ്ട്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ റിച്ചേഴ്സിൻ്റെ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ പേട്ടയുടെ തൊട്ടടുത്തായിരുന്നു കറക്റ്റ് പറഞ്ഞാൽ ഈ അലൈൻമെൻറ്റ് ചെക്കിങ് കാര്യങ്ങൾ റിച്ചേഴ്സ് നമ്മൾ കൊടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇനി ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എല്ലാം ചെയ്യുന്നതായിരിക്കും. വിച്ച് ഈസ് വെരി ഗൈഡ്. എന്തായിരുന്നാലും വിശാല മാനസികതയായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം വരൂ നമ്മുടെ മെയിൻ കാര്യം എന്താണ് ഗൈസ്? നമ്മുടെ 911 എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ അമേരിക്കയിൽ കൊണ്ട് ഇടിച്ചു പോട്ടത് ആ 911 അല്ല, പോർഷെ 911 1964 തൊട്ട് സജീവമായിരിക്കുന്ന ഒരു കിണ്ണം കാച്ചി ഒരു സൂപ്പർ കാറാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടി. പിന്നെ പോർഷയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല കിടിലം സിനിമകളിലൊക്കെ ഇഷ്ടം പോലെ സിനിമകളിലൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് പോർഷെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാഡ് ബോയ്സ് 1995 അതുപോലെ തന്നെ Where's your cup holders? I don't have one. You mean you don't have one? $80,000 for this car and you ain't got no damn cup holder? It's 100. ഒരു കപ്പ് ഹോൾഡർ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ ഒരു കപ്പ് എന്ന് പറയാം ഒരു വാഹനത്തിന് കപ്പ് ഹോൾഡർ ഇല്ലാന്ന് അന്ന് മാർട്ടിൻ അതിൽ പറയുന്നുണ്ട് ആ പോർഷയിൽ. പിന്നെ അത് മാത്രമല്ല, പിന്നെ $5,000 and this happens to be one of the fastest production cars on the planet. 0 to 60 in 4 seconds, sweetie. This is a limited edition. You damn right it's limited. അതൊക്കെ പോർഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ടൈം വീഡിയോസിൽ ഫാസ്റ്റ് 5 നമ്മുടെ ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഫാസ്റ്റ് 5 അകത്ത് തൊട്ട് ഗോൺ 60 സെക്കൻഡിലുണ്ട്. ഫാസ്റ്റ് 5 എന്ന് കറക്റ്റ് പറഞ്ഞാൽ ആ നീല കാർ നമ്മുടെ എനിക്ക് പോൾ വാക്കർ എന്ന് തോന്നുന്നു ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന ആ ഒരു സീനിലും ഫാസ്റ്റ് എന്ന് പറയാം പോർഷെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരു പ്രമുഖ സിനിമയിലൊക്കെ പോർഷെ ഉള്ള ഒരു കിടിലം എന്താ പറയുക ഒരു വലിയൊരു പ്രസ്ഥാനമാണ് പോർഷെ എന്ന് പറഞ്ഞാൽ. ഗൈസ്, ഇതിൻ്റെ ഒരു ലൈറ്റും കൂടെ എനിക്ക് പറയാനുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല, കറക്റ്റ് സ്പേസ് ഷിപ്പ് 2 സ്പേസ് ഷിപ്പ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ലൈറ്റ് ഉള്ളത്. വിച്ച് ഈസ് നൈസ്. നിങ്ങളെ പറ്റുമ്പോൾ എല്ലാം ചുറ്റിക്കിറങ്ങിയാൽ കാണിച്ചു തരാം. ഇത് തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടി അല്ലല്ലോ. അതുകൊണ്ട് എന്തായിരുന്നാലും തുറക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കാറ് തുറക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പോർഷെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓട്ടോ ബസ് BMW ഷോറൂമിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് നിങ്ങൾ വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇത് എത്ര ദിവസം ഇവിടെ ഇട്ടിരിക്കുമെന്ന് എനിക്കറിയുന്നില്ല. എന്തായിരുന്നാലും ഇട്ടിരിക്കുന്ന അത്രയും ദിവസം ഇവിടെ ഉണ്ടാകും. ചിലപ്പോൾ ഒരു 1-2 ദിവസം കാണുമായിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം. ഓക്കെ, ലേറ്റാക്കരുത്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം. അതുപോലെ തന്നെ ഇത് പോർഷയുടെ തൊട്ടടുത്താണ് നമുക്കൊരു ഡിഫൻഡറും കൊടുത്ത്. ഡിഫൻഡർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് എന്താ പറയുക വീഡിയോസിലും നമ്മൾ ഒരുപാട് ഷോർട്സിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിഫൻഡർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എന്താ ലാൻഡ് റോവർ ഡിഫൻഡർ. കിടിലൻ വണ്ടിയാണ്. നമ്മുടെ മാർക്കോയിൽ ഡിഫൻഡറാണ്. പിന്നെ അതുമാത്രമല്ല മാർക്കോയിലും ഡിഫൻഡറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് ബോണ്ടിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെയിംസ് ബോണ്ടിലും ഡിഫൻഡറുണ്ട്.
മറ്റേ ചേസ് ചെയ്യുന്ന സീനിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ജെയിംസ് ബോണ്ടിലാണ്. അതാണ് ഇപ്പോൾ തെറ്റുണ്ടായി നിങ്ങൾ തിരുത്തുക. ജെയിംസ് ബോണ്ട് ആ ഡിഫൻഡറുണ്ട്. എന്നാലും വണ്ടി കിട്ടിയതാണ്. രണ്ട് പോർഷയും പോർഷയും അതുപോലെ ഡിഫൻഡറും രണ്ടൊരു മാരക വണ്ടികൾ. ഒരു രക്ഷയില്ല കിടിലം. ഇപ്പം എനിക്ക് പോർഷയും ഡിഫൻഡറും കൂടെ ഇങ്ങനെ കറങ്ങി കണ്ടു വന്നപ്പോഴാണ് വേറൊരു കിടിലം വണ്ടി നടക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പല ടൈമിലും എനിക്ക് എടുക്കണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫയർ ബ്ലേഡ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോണ്ട അക്കോഡ് എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഫയർ ബ്ലേഡ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ എടുക്കാമായിരുന്നു. നമ്മൾ എല്ലാത്തിനും തടസ്സമാണ്. നമ്മളൊരു കാര്യം എടുക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും എന്താ പറയുക, ഒരുപാട് തടസ്സം വരും. അപ്പോൾ അതുപോലെ ഇങ്ങനെ തടസ്സം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ ഹോണ്ട അക്കോഡ് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു വണ്ടിയാണ് ഹോണ്ട അക്കോഡ്. കാരണം വെച്ചാൽ ഹോണ്ട അക്കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബീസ്റ്റ് വണ്ടി. ഇതാ നിങ്ങൾ കണ്ട ഫുള്ള് കാർബൺ ഫൈബർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലുമാണ് എന്താ ടയർ അലോയ്സൊക്കെ എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല. കറക്റ്റ് പറഞ്ഞാൽ എല്ലാം ലോവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ ഫുള്ള് ലോവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇതൊക്കെ ഒരു ദിവസം സ്വന്തമാക്കണം. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞില്ല, ഹോണ്ട അക്കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല വില കുറഞ്ഞ് കിട്ടും. കറക്റ്റ് പറഞ്ഞാൽ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് ഇച്ചിരി നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വാങ്ങിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ കൊണ്ടു കിടക്കണം. ഓക്കെ, പാർട്സൊക്കെ കിട്ടുന്നതിൽ കുറച്ച് അവൈലബിലിറ്റി കുറച്ച് പാടുണ്ട്, എന്നാലും കിട്ടും. ഓക്കെ, ബാംഗ്ലൂരിലൊക്കെ ഇതിൻ്റെ പാർട്സൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഹോണ്ട അക്കോഡ് ഇതിനെപ്പോലൊരു വെല്ലുന്നൊരു വണ്ടി വേറെ കാണില്ല. കാരണം എന്ന് വെച്ചാൽ 6 സിലിണ്ടർ ഉണ്ട്, പിന്നെ 2.4 ഉണ്ട്, അതുപോലെ തന്നെ 3 സിലിണ്ടർ 6 സിലിണ്ടർ വണ്ടിയുണ്ട്. ആ 6 സിലിണ്ടർ വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കണമെങ്കിൽ അതെടുക്കണം. ഓക്കെ, 2.4 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 6 സിലിണ്ടർ വണ്ടി എടുത്താൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു റൈഡിങ് ഒരു ത്രില്ലും കൂടെ കിട്ടും. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 സിലിണ്ടർ വണ്ടി ഹോണ്ട അക്കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബീസ്റ്റ്. എന്തായിരുന്നാലും ഇത് കണ്ടതുകൊണ്ട് വളരെ സന്തോഷം. ഐ ആം സോ ഹാപ്പി. എന്തായിരുന്നാലും ഇന്ന് വന്നത് ഒരിക്കലും നഷ്ടം വന്നില്ല. നമ്മുടെ ഹോണ്ട എന്താ പറയുക, നമ്മുടെ ആർട്ട് ഹൗസിലെ ആ ചേട്ടൻ തന്നെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വരണം, വന്ന് ഇവിടെ എല്ലാം കാണണം. എന്തായിരുന്നാലും കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷമായി, ഹാപ്പിയായി. എന്തായിരുന്നാലും ബാക്കി ചുറ്റിക്കറങ്ങിയത് ഞാൻ കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ പർച്ചേസ് എന്തായിരുന്നാലും നമുക്ക് ഇവിടെ കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഇനി കുറച്ചുകൂടെ എന്താ പറയുക, വാഷിങ് കാര്യങ്ങളൊക്കെ ഇവിടെ പർച്ചേസ് വീണ്ടും കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കാണിക്കാം. ഓക്കെ, എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്തായാലും ത്രില്ലില്ല. അത്ര ത്രില്ലില്ല, നമ്മളെല്ലാം പതുക്കെ കാണിക്കാം. അപ്പോൾ എന്തായാലും പർച്ചേസ് കൊണ്ടുവരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ഈ പോർഷയും അതുപോലെ തന്നെ ഈ ഹോണ്ട അക്കോഡും ഡിഫൻഡർ ഇവിടെ കണ്ടുണ്ട്, പ്രത്യേകിച്ച് പോർഷെ. അപ്പോൾ എന്താ പറയുക, വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ട്രിവാൻഡ്രത്തിലുള്ള താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണുക. ഓക്കെ, അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഇവിടെ എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം ശരിക്കും പറഞ്ഞാൽ നമുക്കിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. ഒരു ലഘു ഭക്ഷണം തന്നു. കേക്ക് പപ്സ്, ലഡു, അതുപോലെ തന്നെ ഒരു കട്ട്ലറ്റും കൂടെ തന്നു. പിന്നെ ഒരു ട്രോപ്പിക്കാനുള്ളൊരു ജ്യൂസും. അത് ഒറ്റ ഇരിപ്പിന് ഞാൻ എൻ്റെ ആത്മാവ് വരെ ഞാൻ വലിച്ചു കുടിച്ചു. എന്തായാലും ഇന്നത്തെ ദിവസം കൃത്യമായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നമ്മുടെ പോളോ GTയുടെ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് എന്താ പറയുക, റിവ്യൂ എന്ന് പറഞ്ഞാൽ ലോങ് പോയിട്ട് റിവ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് പറഞ്ഞത്. എന്തായിരുന്നാലും അത് നിങ്ങൾ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ശാന്തി, സമാധാനം, പിന്നെന്താണ്, ഓക്കെ, അത് തന്നെ. ഓക്കെ, ബൈ. Yeah, you ain't interested in the damn fry. You all up in that. Get out of the car, man.